गोपिका कान्त राधा कान्त नमोस्तुते तप्त काञ्चन गौराङ्गी वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यः च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। या श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। मुखं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीचैतन्येश्वरं श्रीगुरुं भवतारिणं। हरे कृष्ण हरे हरे कृष्ण। കഴിഞ്ഞ ദിവസം കഴിഞ്ഞില്ലേ? എല്ലാം കഴിഞ്ഞോ? 10 കഴിഞ്ഞില്ലേ? ഫസ്റ്റ് हरे कृष्ण। ഹരേ കൃഷ്ണ. ഇന്ന് പുതിയ അധ്യായമാണ് വിശ്വരൂപം. വിശ്വരൂപത്തിന് ഫസ്റ്റ് ശ്ലോകം. ഓ നമോ ഭഗവതേ വാസുദേവായ ഓ നമോ ഭഗവതേ വാസുദേവായ ഓ നമോ ഭഗവതേ വാസുദേവായ. അർജുനോവാച മദനുഗ്രഹായ പരമം മദനുഗ്രഹായ പരമം മദനുഗ്രഹായ പരമം ഗുഹ്യം അധ്യാത്മസപ്നിതം ഗുഹ്യം അധ്യാത്മസപ്നിതം ഗുഹ്യം അധ്യാത്മസംജ്ഞിതം. യത്തയോക്തം വജസ്തേന യത്തയോക്തം വജസ്തേന യത്തയോക്തം വജസ്തേന മോഹോയം വിഗതോ മമ മോഹോയം വിഗതോ മമ മോഹോയം വിഗതോ മമ. അർജുനോവാച മദനുഗ്രഹായ പരമം ഗുഹ്യം അധ്യാത്മസംജ്ഞിതം യത്തയോക്തം വജസ്തേന മോഹോയം വിഗതോ മമ. അർജുനോവാച മദനുഗ്രഹായ പരമം ഗുഹ്യം അധ്യാത്മസംജ്ഞിതം യത്തയോക്തം വജസ്തേന മോഹോയം വിഗതോ മമ.
ഗുഹ്യം രഹസ്യവുമായി അധ്യാത്മസംഹിതം അധ്യാത്മനാമകമായ ആധ്യാത്മികമായ യത്വച്ച യാതൊരു വാക്ക് ത്വയ അങ്ങയാൽ ഉക്തം പറയപ്പെട്ടു തേന അതുകൊണ്ട് ആ വാക്കുകൊണ്ട് മമ എൻ്റെ അയം മോഹ ഈ മോഹം വിഗതമായിരിക്കുന്നു പോയിരിക്കുന്നു. ട്രാൻസ്ലേഷൻ ബൈ ഹിസ് ദേവൻ കേസേസി ഭഗവാന്റെ പ്രഭാത് കി ജയ. അർജുനൻ പറഞ്ഞു, പരമഗുഹ്യങ്ങളായ ആധ്യാത്മിക വിഷയങ്ങളെക്കുറിച്ച് അങ്ങ് എനിക്ക് ദയാപൂർവം നൽകിയ ഉപദേശങ്ങൾ കേട്ടതിനാൽ എൻ്റെ വ്യാമോഹങ്ങൾ ഇപ്പോൾ തീർന്നിരിക്കുന്നു. അർജുനൻ്റെ വ്യാമോഹമെല്ലാം തീർന്നിരിക്കുന്നു. എന്ത് കേട്ടപ്പോഴാണ് തീർന്നത്? പരമഗുഹ്യങ്ങളായ ആധ്യാത്മിക വിഷയങ്ങൾ. എന്തുകൊണ്ടാണ് നമുക്ക് ആധ്യാത്മിക വിഷയങ്ങൾ അറിയാത്തത്? ശരിക്കും എങ്ങനെ പറയുന്നില്ലേ, എന്താണ് എന്ത് വാട്ട് ഈസ് വാട്ട് അല്ലേ? നമുക്ക് ശരിക്കും അറിയുന്നില്ല. ആധ്യാത്മിക വിഷയങ്ങൾ കറക്റ്റായിട്ട് അറിയുന്നില്ല. പല ആൾക്കാർക്കും സംശയമാണ്. എന്താ സംശയത്തിൻ്റെ കാരണം? അത് സീക്രട്ടാണ്, അറിയുന്നില്ല. മതാനുഗ്രഹ പരമം ഗുഹ്യം ആധ്യാത്മസംഹിതം എന്ന് പറയുന്നത് ഗുഹ്യമായിട്ടുള്ള ഭഗവാൻ ഭഗവാൻ പറയുന്നുണ്ട്, ഇത് വളരെ ഗുഹ്യമാണ്, വളരെ രാജഗുഹ്യം അല്ലേ, രാജവിദ്യ രാജഗുഹ്യമാണ് ഇത് ഞാനീ പറയാൻ പോകുന്നതെന്ന്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നില്ല, എന്തുകൊണ്ട് ശരിയായ രീതിയിൽ നമുക്ക് എടുക്കാൻ കഴിയുന്നില്ല, മനസ്സിലാവുന്നില്ല. കാരണം ഇത് വളരെ സീക്രട്ടാണ്, ആർക്കും അറിയില്ല. അതാണ് കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇതങ്ങനെ ഈസിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നർത്ഥം. നമുക്ക് മനസ്സിലാക്കി നമ്മളെല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ അത്ര ഈസി അല്ല, ഇത് വളരെ സീക്രട്ടാണ്. എന്താ കാര്യം ഈ സീക്രട്ടാണെന്ന് പറയാൻ കാരണം? ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുന്നത്? മോഹോയം വിഗതോ മമ. അതായത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എൻ്റെ വ്യാമോഹങ്ങളെല്ലാം വിഗതോ പോയി കാണുന്നത് പോവും. ഇദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. എന്ത് നഷ്ടപ്പെട്ടു? അർജുനന് വ്യാമോഹങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. എന്താ വ്യാമോഹം? വ്യാമോഹം, മോഹം, ഇലൂഷൻ എന്ന് പറയും. ഇലൂഷൻ ഇല്ല, എന്താ ഒന്നും ഇല്ലാത്തത് അത് അതായത് ശരിയാണെന്ന് തോന്നണം നമുക്ക്. അതാണ് വ്യാമോഹം. അതൊന്ന് തെറ്റിദ്ധരിക്കാന്നൊക്കെ, തെറ്റി മനസ്സിലാക്കുക. ഇവിടെ അർജുനന് എന്താണ് മെയിനായിട്ടുള്ള വ്യാമോഹം ഉണ്ടായിരുന്നത്? എന്തായിരുന്നു ആദ്യം? അർജുനൻ എന്തായിരുന്നു ഏറ്റവും ആദ്യത്തെ പ്രയാസം? ഞാൻ ഈ ശരീരമാണെന്നുള്ള വിചാരമായിരുന്നു അല്ലേ? ആ ശരീരമാണെന്നുള്ള വിചാരമായിരുന്നു അദ്ദേഹത്തിന്. അതുകൊണ്ട് അദ്ദേഹം എന്തുണ്ടായി? ആ ശരീരത്തെ കണക്ട് ചെയ്ത ആൾക്കാരാണ് എൻ്റെ ആൾക്കാരാന്ന് തോന്നി അല്ലേ? എല്ലാവരും അത് മനസ്സിലാക്കണം. നമ്മൾ ശരിക്കും നമുക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് നമ്മൾ അറിയണം. അതാണ് ഇവിടെ ഇത്രയും ക്ലിയറായിട്ട് പറയാൻ കാരണം. അർജുനയുടെ വ്യാമോഹം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നല്ലോ. എന്താണ്? അപ്പോൾ ഈ കാണുന്ന ആൾക്കാരെ എൻ്റെ ആൾക്കാരെന്ന് അദ്ദേഹം തോന്നിയിരുന്നു. മനസ്സിലായില്ലേ? അത് പോയി എന്നാണ് ഇപ്പോൾ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ അർജുനന് ശരിക്ക് മനസ്സിലായി. നമുക്ക് മനസ്സിലായിട്ടുണ്ടോ? അതാണ് അതിൻ്റെ ഗുഹ്യം എന്ന് പറഞ്ഞാൽ. ഗുഹ്യത അതാണ് അതിൻ്റെ സീക്രട്ട്. നമുക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോഴും. നമുക്കെന്താ തോന്നുന്നത്? നമുക്കെന്താ തോന്നുന്നത്? എല്ലാം എന്താണ്? മമ അല്ലേ? എല്ലാം മമ. അഹം മമേതി. ഇതാണ് ഇതിൽ പറയുന്ന ഭാഗത്തിൽ. അഹം, ഞാൻ, എൻ്റെ. മമ വെച്ചാൽ എൻ്റെ. ഞാൻ എന്നല്ല ഞാൻ പറയുന്നത്. ഇത് ഞാനാണ്. ഈ കാണുന്ന ഞാനാണ്. എൻ്റെയാണ് ബാക്കിയല്ലോ. മമ എൻ്റെയാണല്ലോ. അഹം എന്നുള്ള
ദുരഹങ്കാരം, ഫോൾസ് ഈഗോ, മിഥ്യാഹങ്കാരം. ആ ഞാൻ അതുപോലെ തന്നെ എൻ്റെ എന്നുള്ളത് ഇവിടെ അദ്ദേഹം നഷ്ടപ്പെട്ടു. മനസ്സിലായില്ലേ? നമ്മളൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ വിചാരം എന്താ, നമുക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഇത് വളരെ ഈസിയായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് പറ്റുന്നുണ്ടല്ലോ അല്ലേ? നമ്മൾ ഈസിയായിട്ട് മനസ്സിലായില്ലേ എല്ലാ കാര്യങ്ങളും? ഈസിയായിട്ട് മനസ്സിലായിട്ടുണ്ടോ? ഇല്ല. അതാണ് അതിൻ്റെ ഗുഹ്യത എന്ന് പറയുന്നത്. എല്ലാം മനസ്സിലായിട്ടും മനസ്സിലാവുന്നില്ല എന്നർത്ഥം. അതാണ് അതിനും പരമഗുഹ്യമാണ് കാര്യം. അതായത് ആധ്യാത്മിക വിഷയങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് പറയുന്നത് പരമഗുഹ്യം ആണ്. അതുകൊണ്ടാണ് ഇതിനെന്താ അത് നമുക്ക് തോന്നില്ല ഇത് സീക്രട്ട്. ഇതെല്ലാം നമ്മൾ വായിച്ച് നമ്മളെല്ലാം മനസ്സിലായി. ഇനി എന്താ അതിൽ ഗുഹ്യം? ഇതെന്തെങ്കിലും സീക്രട്ട് ഉണ്ടോ? ഇതെല്ലാം കാണാപ്പാടാൻ അറിയാം നമുക്ക് അല്ലേ? ബൈഹാർട്ട് പഠിച്ചിട്ടുണ്ട്. എത്ര ശ്ലോകങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നു, എത്ര ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്നിട്ടും ഗുഹ്യമാണ് നമുക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഇത് മാറിയെന്നാണ് അതെൻ്റെ ഈ ഗുഹ്യമാണെങ്കിലും എനിക്കത് മാറി. നഷ്ടമോഹ അല്ല ഇതിൽ ലാസ്റ്റിൽ എഴുതുന്നുണ്ട് സ്മൃതിയിൽ ലബ്ധ. എങ്ങനെയാണ് എല്ലാ മോഹങ്ങളും എനിക്ക് നഷ്ടപ്പെട്ടു, സ്മൃതി എൻ്റെ ഓർമ്മ ശരിക്കും കിട്ടി നടത്തുന്നു. നമ്മളെല്ലാവരും എന്താണ് നമുക്ക് എന്താ നഷ്ടപ്പെട്ടിരിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും ഓർമ്മ നഷ്ടപ്പെട്ടിരിക്കുന്നു. നമുക്ക് എന്താ നമ്മുടെ ഓർമ്മ? മെയിൻ ഓർമ്മ എന്താ? നമ്മുടെ ഓർമ്മ നഷ്ടപ്പെട്ടത് ഞാൻ ഭഗവാന്റെയാണെന്നുള്ള കാര്യം നമ്മുടെ ഓർമ്മ നഷ്ടപ്പെട്ടു. അതുപോലെ ഞാൻ ഭഗവാനെയാണ്, ഭഗവാൻ എൻ്റെയാണ്. ഈ രണ്ട് കാര്യം നമുക്ക് നഷ്ടപ്പെട്ടു ഇല്ലേ? നമുക്കെന്താ? നമുക്ക് മറ്റു പലതും നമ്മുടേതായിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം നഷ്ടമോഹ അല്ല, സ്മൃതി ലബ്ധ അതുമായിട്ടില്ല ഇല്ലേ? ഇതിലെന്താ പറയുന്നു? മോഹോയം വിഗതോ മമ, എൻ്റെ മോഹം മുഴുവൻ വിഗതോ പോയി കഴിഞ്ഞു എന്ന്. അർജുൻ ആ പൊസിഷനിലാണ് ഇരിക്കുന്നത്. ഇനി ഭാവാർത്ഥം ഉപയോഗിക്കാം. ഭാവാർത്ഥം ജയശ്രീ. ഈ അധ്യായത്തിൽ കൃഷ്ണനാണ് സർവ്വസൃഷ്ടികളുടെയും കാരണത്തിന് കാരണമെന്ന് തുറന്നു കാണിക്കുന്നു. ഭൗതിക പ്രപഞ്ചങ്ങളുടെ ഉത്ഭവസ്ഥാനമായ മഹാവിഷ്ണുവിൻ്റെയും കാരണഭൂതനത്രേ കൃഷ്ണൻ. മഹാവിഷ്ണു കാരണം ആരാണ്? കൃഷ്ണനാണ്. അദ്ദേഹം ഒരു അവതാരമല്ല, അവതാരങ്ങൾക്ക് ഉറവിടമാണ്. അതാണ് മറ്റെല്ലാം അവതാരങ്ങളാണ്. പക്ഷെ കൃഷ്ണൻ അവതാരമല്ല. കൃഷ്ണ അവതാരം എന്ന് പറയാൻ പറ്റില്ല. കൃഷ്ണ അവതാരിയാണ് ശരിക്കും. അവതരിക്കുന്ന ആളാണ് അദ്ദേഹത്തിൽ നിന്നാണ് പിന്നെ എല്ലാം വരുന്നത്. അദ്ദേഹം ഒരു അവതാരമല്ല, അവതാരങ്ങൾക്ക് ഉറവിടമാണ്. അതുകൊണ്ടാണ് പറയുന്നത്. ഇതിലത്തെ ഫസ്റ്റ് ശ്ലോകം നമ്മുടെ പത്തിലത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ശരിക്കും. ഏതാ ഫസ്റ്റല്ല, അഹം സർവസ്യ പ്രഭോ ആണ് പറയുന്നത്. മൊത്ത സർവം പുറത്ത് അഹം സർവസ്യ പ്രഭോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഇനി നിന്നാണ് വരുന്നത്. എല്ലാം എന്ന് വെച്ചാൽ ആരൊക്കെ വന്നു? ഈ പറഞ്ഞ എല്ലാം വന്നു. മഹാവിഷ്ണു ആയാലും ശരി, ആരായാലും ശരി, എല്ലാ കാര്യങ്ങളും, ബ്രഹ്മം ആയാലും ശരി, അതായാലും ശരി, പരബ്രഹ്മൻ അല്ലെങ്കിൽ നിങ്ങൾ സോൾ, സൂപ്പർ സോൾ എന്ന് പറയുന്നുണ്ടല്ലോ, ആത്മാവ്, പരമാത്മാവ് എന്നൊക്കെ പറയണ എല്ലാം എന്നിൽ നിന്നാണ്. ആദ്യം ക്ലിയറായിട്ട് പറഞ്ഞു എല്ലാം എന്നിൽ നിന്ന് വരുന്നു. അതുകൊണ്ടാണ് പറയുന്നത് മഹാവിഷ്ണു കാരണം ആരാണ്? കൃഷ്ണനാണ്. കൃഷ്ണനോട് പറയുന്നുണ്ട് ശരിക്കും, ആദ്യം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ അർജുന എല്ലാം മനസ്സിലായി എന്നർത്ഥം. അതുകൊണ്ടാണ് അർജുന് നഷ്ടമോഹ വിഗത മോഹം എന്തായി പോയി കഴിഞ്ഞു. അർജുനനെ സംബന്ധിച്ചിടത്തോളം വ്യാമോഹം തീർന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. തൻ്റെ സുഹൃത്തായ ഒരു സാധാരണ മനുഷ്യനെ എന്ന നിലയിലല്ല, തൻ്റെ സുഹൃത്താണ് സാധാരണ മനുഷ്യൻ എന്നുള്ള നിലയിലല്ല പറയുന്നത്. പിന്നെ എന്താ കാര്യം? സകലതിൻ്റെയും സ്രോതസ് എന്ന നിലയിലാണ് അദ്ദേഹം ഇപ്പോൾ കൃഷ്ണനെ കാണുന്നത്. അതുവരെ കണ്ടിരുന്ന എന്തായിട്ടാണ് അർജുനൻ കണ്ടിരുന്നത്? കൃഷ്ണനെ അല്ല, ഇത് കൃഷ്ണൻ എൻ്റെ ഫ്രണ്ടാണ് അല്ലേ, കൃഷ്ണൻ എൻ്റെ സ്നേഹിതനാണ്. അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരെല്ലാം എൻ്റെ പലതരത്തിലുള്ള ബന്ധുക്കളാണ്, എൻ്റെ ശരീരമായിട്ട് ബന്ധപ്പെട്ടതാണ് ബാക്കി എല്ലാവരും എന്നാണ് മനസ്സിലാക്കുന്നത്. ആരൊക്കെയത്? ദേഹാപത്യ കളത്രാദിഷു എല്ലാതും. ദ്രോണാചാര്യർ മാത്രമല്ല പറയുന്നത്. അദ്ദേഹം ആപത്യ എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മക്കൾ, കളത്രാദിഷു എന്ന് വെച്ചാൽ ഭാര്യ, എല്ലാവരും ഇതൊക്കെ എൻ്റെ ആൾക്കാരാണ്, എൻ്റെ പരീക്ഷയായിട്ട് കണക്ട് ചെയ്ത ആൾക്കാരാണെന്ന് മനസ്സിലാക്കി. അങ്ങനെ അദ്ദേഹം കാണുന്നത്. ഇപ്പോഴതല്ല കണ്ടു. ഇപ്പോൾ എന്താ കാണുന്നത്? ഞാൻ എൻ്റെ ശരീരമല്ല എന്ന് ആദ്യം മനസ്സിലാക്കി.
ഈ ശരിയല്ല, ഞാൻ ആത്മാവാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം. അപ്പോഴെന്തുണ്ടാവുന്നു? ശരീരമായിട്ടുള്ള കണക്ഷൻ നമുക്ക് ഇല്ല. ശരീരമായിട്ട് നമുക്ക് കണക്ഷൻ ഇല്ലെങ്കിൽ ഈ ശരീരമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരായിട്ട് നമുക്ക് കണക്ഷൻ ഇല്ല. അപ്പോൾ അദ്ദേഹം എന്തായി? ഫ്രീ ആയി, എല്ലാ കാര്യങ്ങളിൽ നിന്നും ഫ്രീ ആയി, എല്ലാ ബന്ധങ്ങളിൽ നിന്നും അദ്ദേഹം എന്തായി? ഫ്രീ ആയി. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെയും സകലത്തിൻ്റെ സ്രോതസ് എന്ന നിലയിലാണ് അദ്ദേഹം ഇപ്പോൾ കൃഷ്ണനെ കാണുന്നതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുന്നു. അർജുനന് ശരിക്കും ബോധോദയം ഉണ്ടായിരിക്കുന്നു. കൃഷ്ണനെ പോലെ മഹാനായ ഒരു സുഹൃത്തിന് ലഭിച്ചതിൽ അദ്ദേഹം സന്തുഷ്ടനാണ്. ഇപ്പോഴും അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായി. കൃഷ്ണനെ പോലെയുള്ള ഒരു സുഹൃത്ത്, എന്ത് സുഹൃത്താണ് ആ സുഹൃത്ത്? കൃഷ്ണനെ പോലെയുള്ള സുഹൃത്ത് എന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെ അധിപനായിട്ട്, അല്ലേ? ബ്രഹ്മമായാലും പരബ്രഹ്മമായാലും, അല്ലേ, പരമാത്മാവായാലും എല്ലാതുമായ ആളാണ് നിൽക്കുന്നത്. ആ സുഹൃത്തായി കിട്ടിയിരിക്കുന്നത് അർജുനന്. അതിലാണ് ആൾക്ക് സന്തോഷം. എന്തുകൊണ്ട് കൃഷ്ണ സുഹൃത്തായി സന്തോഷിക്കുന്നു? കൃഷ്ണൻ എല്ലാമാണ്, സർവമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം സന്തോഷമായത്. എന്നാൽ താൻ കൃഷ്ണനെ സകലത്തിൻ്റെ സ്രോതസ്സായി സ്വീകരിക്കുന്നെങ്കിലും മറ്റുള്ളവർ അങ്ങനെ ചെയ്തില്ലെന്ന് വരാമെന്ന് അർജുനൻ വിചാരിക്കുന്നു. ഇവിടുത്തെ പോയിൻ്റ് അതാണ്. ശരിക്കും അർജുനൻ വിചാരിക്കുന്നു, ഞാൻ മനസ്സിലാക്കുന്നു കൃഷ്ണൻ എല്ലാത്തിൻ്റെയും സ്രോതസ്സാണെന്ന്. പക്ഷെ മറ്റുള്ള ആൾക്കാരങ്ങനെ ചിന്തിക്കില്ല. അതാണ്. അപ്പം അതിന് വേണ്ടിയാണ് ഈ വിശ്വരൂപത്തിൻ്റെ ആവശ്യം വരുന്നത്. എന്തിനാണ് വിശ്വരൂപം വരുന്നത്? അർജുനന് മാത്രം കാണാനാണോ? ഈ ഗീതയിലെ വിശ്വരൂപത്തിൻ്റെ കാര്യം പറയുമ്പോൾ അത് വായിക്കുമ്പോൾ അവരെല്ലാവരും മനസ്സിലാക്കും എന്ത്? ആരാ വിശ്വരൂപം കാണിക്കുന്നത്? കൃഷ്ണനാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും, എല്ലാ ഇതും, ആ വിശ്വം മുഴുവൻ, യൂണിവേഴ്സസ് മുഴുവൻ, എല്ലാ ദേവന്മാരും, എല്ലാ സ്വർഗങ്ങളും, എല്ലാ കാര്യങ്ങളും എല്ലാം എവിടെ ഇരിക്കുന്നു? കൃഷ്ണനിരിക്കുന്നു. മനസ്സിലാക്കാൻ വേണ്ടിയാണത് ചെയ്തത്. അഥവാ ഇതും ഭഗവാന്റെ മറ്റൊരു ദയയാണത് ശരിക്കും. ഹേ കൃഷ്ണ കരുണാ സിന്ധു എന്ന് പറയുന്നതിൽ കരുണയുടെ സിന്ധുവായിട്ട് ആളാണ് കൃഷ്ണൻ. അതുകൊണ്ട് കൃഷ്ണൻ കാണിക്കുകയാണ് ആൾക്കാർക്ക്. ആർക്ക്? മൂഢന്മാർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഞാൻ തനിയെല്ലാം. വേറെ ഒന്നുമല്ല. അത് മനസ്സിലാക്കണം. സംശയം ഉണ്ടാകാൻ പാടില്ല. കാരണം മൂഢന്മാരായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ രക്ഷയില്ല. അറിയാതെ പറ്റിയതാണെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. അറിവ് വേണം, അറിയണം. ഇത് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. അറിഞ്ഞില്ല. അജ്ഞാസ്യ അശ്രദ്ധാംശ. അജ്ഞാസ്യ എന്ന് വെച്ചാൽ അറിയാത്ത ആൾക്കാരെന്ന് അർത്ഥം. അശ്രദ്ധ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിയില്ലാത്ത ആൾക്കാരെന്ന് അർത്ഥം. അതാണ് ശരിക്കും. അല്ലാണ്ട് വിവരമില്ലാത്ത ആൾക്കാരെന്ന്, ശ്രദ്ധിക്കുന്നില്ല എന്നല്ല പറയുന്നത് അർത്ഥം. ശ്രദ്ധയല്ല അത്. ശ്രദ്ധ വെച്ചാൽ അശ്രദ്ധ എന്ന് വെച്ചാൽ വിവരമില്ലാത്ത ആൾക്കാർ, ബുദ്ധിയില്ലാത്ത ആൾക്കാർ. അജ്ഞാസ്യ അശ്രദ്ധാംശ സംശയാത്മാ. അപ്പോൾ അവർക്ക് സംശയം ഉണ്ടായിരിക്കും, ഇത് ഇങ്ങനെ തന്നെയാണോ? കൃഷ്ണൻ മുഴുവനാണോ? കൃഷ്ണൻ ഫുള്ളാണോ? എല്ലാം കൃഷ്ണനിലാണോ? അതല്ല, ഇത് ഇങ്ങനെയല്ലേ? മനസ്സിലായില്ലേ? വിഷ്ണു എന്നല്ലേ കൃഷ്ണൻ വരുന്നത്? അങ്ങനെ അതൊക്കെ എന്താണ്? സംശയമാണത്. അശ്രദ്ധാംശ എന്താണ്? അവർക്ക് സംശയാത്മ. ആ ആത്മാവ് സംശയത്തിലാണ്. സംശയാത്മ വിനശ്യതി കൃഷ്ണൻ പറയുന്നു. അജ്ഞാശ്ച അറിയാത്ത ആൾ, അശ്രദ്ധാംശ ഇവരില്ലാത്ത ആൾ, സംശയാത്മ. അവർ എന്താണ്? അജ്ഞാശ്ച അതുപോലെ അശ്രദ്ധാംശ. അവർ സംശയാത്മയാണ്. എപ്പോഴും സംശയമാണ്. അതാണോ ഇതാണോ അതല്ല എന്നുള്ളത്. അപ്പോൾ സംശയാത്മ വിനശ്യതി. സംശയാത്മ എന്താവുന്നു? നശിച്ചു പോകുന്നു എന്ന് പറയുന്നത്. സംശയാത്മ വിനശ്യതി. നായം ലോകോസ്തി നാ പരോ നാ സുഖം സംശയാത്മന. നായം ലോകത്ത് ഈ ലോകം അവർക്കില്ല. നായം ലോകോ സ്ഥി നാ പര. പരമമായിട്ടുള്ള മറ്റുള്ള ലോകങ്ങളും അവർക്കില്ല. എന്താണ് സംശയാത്മ? അപ്പം എന്താ ഉണ്ടാവുന്നത്? നാ സുഖം സംശയാത്മന. ആ സംശയാത്മനയ്ക്ക്, സംശയമുള്ള ആത്മാവിന് സുഖം ഉണ്ടാകുന്നില്ല, ഒരിക്കലും സുഖം കിട്ടുന്നില്ല. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് കൃഷ്ണൻ ഇങ്ങനെ വിശ്വരൂപം കാണിച്ചു കൊടുക്കുക. അല്ല കൃഷ്ണൻ ഇവിടെ വന്നിട്ട് ഇതൊന്നും കാണിച്ചുകൊണ്ട് ആവശ്യമൊന്നുമില്ല. രക്ഷപ്പെടട്ടെ എന്നുള്ള വിചാരത്തിലാണ് കൃഷ്ണൻ കാണിക്കുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാർ സംശയാത്മയ്ക്ക് അറ്റ്ലീസ്റ്റ് സംശയങ്ങൾ പോട്ടെ എന്നുള്ളതാണ്. അശ്രദ്ധാംശ എത്ര സ്ഥലത്ത കൃഷ്ണൻ പറയുന്നത് വേറെതിലും പറയുന്നത്. അശ്രദ്ധാംശ പുരുഷ. ഹരേ കൃഷ്ണ. അശ്രദ്ധ. ഹരേ കൃഷ്ണ. ധർമ്മസ്യാസ്യ പരന്തപ.
അശ്രദ്ധാനിച്ച പുരുഷ വേറെ സ്ഥലത്ത് പറയുന്നു, ഈ വിവരമില്ലാത്ത ആൾക്കാർ അവർക്ക് ധർമ്മസ്യാസ്യ പരന്തഭ അർജുന, ഈ ധർമ്മത്തിൻ്റെ കാര്യത്തിൽ അശ്രദ്ധ ആയിട്ടുള്ള ആൾക്കാരും തരും. അപ്രാപ്യമാം നിവർത്തന്റെ മൃത്യു സംസാരവർത്തമനി അത് പറയണം. ഈ സംശയാത്മ എത്ര സ്ഥലത്ത് വളരെ സ്ഥലങ്ങൾ പറയുന്നത് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അവർ മൃത്യു സംസാരവർത്തമനി, ഈ മൃത്യു സംസാര വർത്തമനി, ഈ മരണത്തിൻ്റെ സ്ഥലം ആയിട്ടുള്ള, ഞാൻ പറയാറില്ലേ മർത്യൻ അച്ഛൻ മരിക്കാനിരിക്കുന്നത് എന്നുള്ള ഇതിൽ അങ്ങനെ സ്ഥലത്തിന് രക്ഷപ്പെടില്ല. രക്ഷപ്പെടുന്നില്ല. എന്തുകൊണ്ടാണ്? അത് എന്താണ്? അശ്രദ്ധദാന പുരുഷ. അതാണ് കാര്യം. ഒരു ഫെയ്ത്ത് അല്ലെങ്കിൽ അതിനുള്ള വിശ്വാസം പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രഭുപാദ് വളരെ ക്ലിയറായിട്ടത് പറയുന്നത്. ഏത് സമയത്തും എപ്പോഴും സമയത്തും പ്രഭുപാദിൻ്റെ ലക്ഷ്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ അറിയാം, ഫെയ്ത്താണ് മെയിൻ കാര്യം. അത് പറയുന്നത് ഫെയ്ത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഈവൻ നിങ്ങൾക്ക് അച്ഛനും അമ്മയും ഒന്നും വിളിക്കാൻ പോലും സാധിക്കില്ല. നിങ്ങൾക്ക് ഫെയ്ത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ വിശ്വസിക്കണം, വിശ്വാസം വേണം. അതാണ് കാര്യം. ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വിശ്വാസം വേണം. ഇപ്പോൾ അമ്മ അച്ഛൻ വിളിക്കാൻ പറയുന്ന അച്ഛൻ വിളിക്കുന്നു, നമുക്കതിനുള്ള എല്ലാവിധ ഓതൻറ്റിഫിക്കേഷൻ നോക്കിയിട്ടാണ് നമ്മൾ വിളിക്കുന്നത്. വിശ്വാസമാണ് അത്. അമ്മ പറഞ്ഞു. അപ്പോൾ അമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാസ്ത്രമാണ് കാര്യം. ശാസ്ത്രം പറഞ്ഞത് നമ്മൾ വിശ്വസിക്കുന്നു. അങ്ങനെയാണ് കാര്യം. അല്ലെങ്കിൽ വളരെ ക്ലിയറായിട്ട് ഇത് തന്നെ പറയുന്നുണ്ട്. ഇത് തന്നെയാണ് കോട്ട് ചെയ്യുന്നത്. ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അമ്മ അച്ഛൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കിട്ടിയിട്ട് പ്രൂഫ് കിട്ടിയിട്ടല്ല നമ്മൾ വിളിക്കുന്നത്. വിശ്വാസത്തിൻ്റെ പേരിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ആ വിശ്വാസം പിന്നെ ഉറയ്ക്കുന്നു. അങ്ങനെയാണ്. അതുപോലെ ഇതിന് വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വിശ്വാസം സ്ട്രോങ് ആവും. വിശ്വാസം സ്ട്രോങ് ആവുന്നു. വിശ്വാസം സ്ട്രോങ് ആയിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഈ മൃത്യു സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു എന്നർത്ഥം. അതാണ് കാര്യം. രക്ഷപ്പെടാൻ വേണ്ടി, അതിനു വേണ്ടിയാണ് കൃഷ്ണൻ ഇവിടെ വിശ്വരൂപം കാണിക്കുന്നത്. എന്നാൽ താൻ കൃഷ്ണനെ സകലത്തിൻ്റെയും സ്രോതസ്സായി സ്വീകരിക്കുന്നെങ്കിലും മറ്റുള്ളവർ അങ്ങനെ ചെയ്തില്ലെന്ന് വരാം എന്ന് അർജുനൻ വിചാരിക്കുന്നു. അതുകൊണ്ട് കൃഷ്ണൻ്റെ ദിവ്യപ്രഭാവത്തെ എല്ലാവർക്കും ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് വിശ്വരൂപം കാട്ടിത്തരണമെന്ന് ഈ അധ്യായത്തിൽ അദ്ദേഹം ഭഗവാനോട് അപേക്ഷിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? അർജുനനും എന്താ ഉണ്ടാകുന്നത്? കൃഷ്ണഭക്തന്മാരെല്ലാവരും എന്താണ്? അവരെല്ലാവരും ദയുള്ള ആൾക്കാരാണ്. മറ്റുള്ള ആൾക്കാരോട് അവർക്ക് സഹതാപമുണ്ട്. ഇതിൽ വരാത്ത ആൾക്കാരോട് സഹതാപമുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് അർജുനെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. ആരാണ് കൃഷ്ണൻ, ആരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. നമ്മുടെ ലൈഫിൽ എന്തിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അർജുനറിയാം. പക്ഷേ ഇത് മറ്റുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് കൃഷ്ണനോട് വിശ്വരൂപം കാണിക്കാൻ പറയുന്നർത്ഥം. അല്ലാണ്ട് അദ്ദേഹത്തിന് കാണാൻ വേണ്ടിയല്ല. ഇത് മറ്റുള്ളവർ കാണട്ടെ എന്നുള്ളതാണ്. ഗീത വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും കൃഷ്ണൻ്റെ വിശ്വരൂപം എന്തുമാത്രം ആൾക്കാർ, എല്ലാവരും ഗീത വായിക്കുന്ന ആൾക്കാരെ ഏറെക്കുറെ നോക്കുകയുള്ളൂ. നമ്മുടെ മറ്റുള്ള പല മിഷൻ ഗ്രൂപ്പുകളുണ്ട്. നമ്മളിപ്പോൾ ഹരേ കൃഷ്ണ ഗ്രൂപ്പ് കൂടാതെ തന്നെ എന്തുമാത്രം ആൾക്കാർ മറ്റുള്ളവരുണ്ട്. അവരെല്ലാവരും ഗീത പഠിക്കുന്നുണ്ട്. അവരെല്ലാവരും വിശ്വരൂപത്തിനത് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഒറിജിനൽ കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കൃഷ്ണനാണ് എല്ലാവരുടെയും പ്രഭവസ്ഥാനെന്ന് മനസ്സിലാക്കാൻ അവർ കഴിയുന്നില്ല. എന്തുകൊണ്ട് കഴിയുന്നില്ല? കൃഷ്ണൻ പറഞ്ഞിട്ടും, ഗീതയിൽ കൃഷ്ണൻ പറയുന്നു ഞാനാണെന്ന് പറയുന്നു. വളരെ ക്ലിയറായിട്ട് കൃഷ്ണൻ പറയുന്നു, അഹം സർവസ്വ പ്രഭവം, ഞാനാണ്, എന്നിൽ നിന്നാണ് എല്ലാം ഉണ്ടാവുമെന്ന് പറയുന്നു. എന്നിട്ടും അവരത് ചെയ്യുന്നില്ല. എന്താ കാര്യം? പ്രഭുപാദൻ്റെ മേഴ്സി ആണ് പ്രധാനപ്പെട്ട കാര്യം. ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദാണ് നമുക്ക് ഇത്രയും ക്ലിയറായിട്ട്, ഇത്രയും ടോപ്പ് മോസ്റ്റ് നോളജ് നമുക്ക് തന്നത്. അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ മേഴ്സി, ദയ, അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റുള്ളത് വായിച്ചാൽ നമുക്ക് കിട്ടുന്നില്ല, മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് കഴിയുന്നില്ല? നമ്മളെക്കാൾ നന്നായിട്ട് സംസ്കൃതത്തിൻ്റെ സ്കോളേഴ്സാണ് അവരൊക്കെ, അല്ലേ? നമ്മൾ പ്രഭുപാദൻ്റെ ഗീത പഠിച്ചിട്ടാണ് സംസ്കൃതം പഠിക്കുന്നത്. പ്രഭുപാദൻ്റെ ഗീതയെ കൂടിയാണ് നമ്മൾ സംസ്കൃതം പഠിക്കുന്നത്. എന്നിട്ട് പോലും ഇത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എല്ലാതിൻ്റെയും പ്രഭവസ്ഥാനം കൃഷ്ണനാണെന്ന് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ അർജുനനെ അറിയാം എല്ലാവർക്കും ഇത് മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് അർജുനൻ ആവശ്യപ്പെടുകയാണ് കൃഷ്ണനോട് വിശ്വരൂപത്തിൻ്റെ ദർശനത്തിന് വേണ്ടിയിട്ട്.
പക്ഷേ കരുണാനിധിയായ കൃഷ്ണൻ അത് കാണിച്ചു കൊടുത്ത ശേഷം വീണ്ടും ആദിമരൂപം കൈക്കൊള്ളുന്നു. ഇല്ലേ? കൃഷ്ണൻ എന്ത് ചെയ്തു? വിശ്വരൂപം കാണിച്ചു കൊടുത്തു. വിശ്വരൂപം കാണിച്ചു കൊടുത്തപ്പോൾ എന്താ ഉണ്ടായത്? നോക്കാൻ പറ്റുന്നില്ല, കാണാൻ പറ്റുന്നില്ല. ഈ വിശ്വരൂപത്തിനല്ലാണ്ട് ബ്രഹ്മജ്യോതി മുഴുവനുണ്ട്. സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്. സൂര്യൻ നിങ്ങൾക്ക് നോക്കാൻ പറ്റുമോ? സൂര്യനെ നോക്കാൻ സാധിക്കുന്നതാണോ? അങ്ങനെയാണോ? സൂര്യൻ എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു അംശം മാത്രമാണ്. ബ്രഹ്മജ്യോതിയിൽ നിന്ന് വരുന്ന പ്രകാശത്തിൽ എടുക്കുന്ന അതാണ് സൂര്യൻ. അപ്പോൾ ഈ സൂര്യനും അതുപോലെയുള്ള മറ്റുള്ള സൂര്യന്മാരും നക്ഷത്രങ്ങളും എല്ലാം വിശ്വം മുഴുവനും കാണിക്കുക എന്ന് വെച്ചാൽ എങ്ങനെ നോക്കാൻ പറ്റുമെന്ന് എനിക്ക് നോക്കുന്ന പ്രശ്നമിക്കുന്നില്ല. അതിനും ഭഗവാൻ എന്ത് ചെയ്യുന്നു? സ്പെഷ്യൽ ചക്ഷു കൊടുക്കുകയാണ് കാണാനായിട്ട്. അല്ല, നോക്കാൻ പറ്റില്ല. അതാണ് പറയുന്നത്. നമ്മുടെ ഈശോപനിഷത്തിൽ പറയുന്നത് ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് ഭഗവാനെ തന്നെ ആ മൂട് പടം ഉണ്ടല്ലോ, പ്ലീസ് മാറ്റി തരുമെന്നുകൊണ്ട് അത് ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നത്. കാരണം അതിൻ്റെ ആ ശരിക്കും ഉജ്ജ്വല പ്രകാശം കാരണം ഭഗവാനെ കാണാൻ പറ്റുന്നില്ല. അത് മാറ്റി തരാനാണ് പറയുന്നത്. കവറിങ്. അപ്പോൾ ഇവിടെ ഭഗവാൻ കവറിങ് മാറ്റി കൊടുത്തു. ഇവർ കണ്ടു. എന്തിനു വേണ്ടി കാണിച്ചു? അർജുന് കാണാൻ വേണ്ടി മാത്രമല്ല. എന്നിട്ട് ഇദ്ദേഹം എന്താ പറയുന്നത്? റിക്വസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. വീണ്ടും പഴയ രൂപത്തിലേക്ക് വരാനാണ് പറയുന്നത്. കൃഷ്ണൻ വീണ്ടും നമ്മുടെ ശ്യാമസുന്ദര രൂപത്തിലുള്ള 2 കൈയായിട്ടുള്ള ഇത് വരുന്നത്. പക്ഷേ ഇത് ഏത് രൂപമാണെന്ന് പറയും? ഇത് ആദിമ രൂപം. അത് ഒറ്റ സെൻറ്റൻസിൽ അത് എഴുതുന്നുണ്ട്. വാസ്തവത്തിൽ ദർശനമാത്രയിൽ അർജുനെ പോലെ ഏതൊരാളും ഭയപ്പെട്ടു പോകുന്നത് അത്ര വിശ്വരൂപം അർജുനൻ ഇത്രയും വലിയ വില്ലാളി പേരായിട്ട് അർജുനൻ പേടിച്ചു കണ്ടിട്ട്. ഏതൊരാളും പേടിക്കുന്നു അത് കണ്ടു കഴിഞ്ഞാൽ. അങ്ങനെയാണ്. എന്തൊക്കെ കാണുന്നുണ്ട്? ഈ എല്ലാവരും അവിടെയുള്ള എല്ലാ സോൾജേഴ്സ് ഉണ്ടല്ലോ മുഴുവൻ ഒരു പ്രത്യേക വായിലേക്ക് അടക്കുകയാണ്. വലിയ എല്ലാവരും കൊല്ലുകയാണ് ശരി. അതുപോലെ തന്നെ ഇപ്പോൾ എന്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാണാനേ പറ്റില്ല. അങ്ങനത്തെ ഒരു ഇതാണ് ഒക്കെ ഭയാനകമായിട്ടുള്ളത്. അർജുനൻ വിറച്ചു. എന്നിട്ട് അർജുനൻ പറഞ്ഞു പ്ലീസ് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. വാസ്തവത്തിൽ ദർശനമാത്രയിൽ അർജുനനെ പോലെ ഏതൊരാളും ഭയപ്പെട്ടു പോകുന്നത് അത്ര വിശ്വരൂപം. പക്ഷേ കരുണാനിധിയായ കൃഷ്ണൻ അത് കാണിച്ചു കൊടുത്ത ശേഷം വീണ്ടും ആദിമരൂപം കൈക്കൊള്ളുന്നു. ആദിമരൂപം ഏതാ ആദിമരൂപം? അപ്പോൾ ഇതിൻ്റെ ഈ എല്ലാ ഫോമുകളുടെയും ആദിമരൂപം എന്താ? ഈ കൃഷ്ണൻ അർജുനോട് പറഞ്ഞിരുന്ന ആ കൃഷ്ണൻ എങ്ങനെ കുരുക്ഷേത്ര യുദ്ധത്തിൽ അവിടെ നിന്നിട്ട് ആ ഫീൽഡിൽ സംസാരിച്ചിരുന്ന ആ കൃഷ്ണൻ, അതാണ് ഈ ആദിമരൂപം. കൃഷ്ണൻ എന്നുള്ളതാണ് ആദിമരൂപം. തൻ്റെ ഉപദേശങ്ങളെല്ലാം അർജുനൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് കൃഷ്ണൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതിൽ അർജുന് പരിപൂർണ വിശ്വാസമുണ്ട്. ഇതിൽ പല ഇതിലും കാണാം നമുക്ക്. ഞാൻ പറയുന്നത് നിനക്ക് വേണ്ടിയാണ്, നിൻ്റെ നല്ലതിന് വേണ്ടിയാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് കൃഷ്ണൻ അത് ഫോഴ്സ് ചെയ്യുന്നുണ്ടോ? അത് നിങ്ങൾ ചെയ്യണമെന്ന് പറയുന്നുണ്ടോ? ഒരിക്കലും പറയുന്നില്ല. ലാസ്റ്റിൽ എന്താ പറയുന്നത്? യഥാ ഇച്ഛസി തഥാ കുരു എന്ന് പറയുന്നത്. അതിൽ നോക്കിയിട്ട് നീ നല്ലപോലെ ശ്രദ്ധിച്ച് നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് പിന്നെ എന്ത് വേണം എന്ന് കൃഷ്ണൻ പോലെ ഫോഴ്സ് ചെയ്യുന്നില്ല. യഥാ ഇച്ഛസി തഥാ കുരു അങ്ങനെ പറയും. എങ്ങനെയാണ് നിൻ്റെ ആഗ്രഹം? വിമർശേദശേഷേണ. ഇതെല്ലാം നീ വിമർശനം നടത്തും സ്വന്തമായിട്ട്. ഞാനീ പറഞ്ഞ മുഴുവൻ വിമർശേദശേഷേണ. ഒന്നുമില്ലാതെ നീ കംപ്ലീറ്റ് നീ വിമർശനം നടത്തും. യഥാച്ഛസി തഥാകുരു. നിനക്ക് ഇഷ്ടമുള്ള പോലെ പിന്നെ ചെയ്യാമെന്നുള്ളതാണ്. അതാണ് നമ്മുടെ മെയിൻ പോയിൻ്റ്. പല ആൾക്കാരും നമ്മളോട് പറയാറുണ്ട് ഇതാണ് ശരിയെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എല്ലാം കൃഷ്ണനാണ് നമുക്ക് പെർമിഷൻ തരുന്നത്. എന്ത് ചെയ്യാനും തെറ്റായാലും ശരി ചെയ്യാനും കൃഷ്ണൻ പെർമിഷൻ തരുന്നു. അപ്പോൾ നല്ല മാത്രം ജയിച്ചാൽ പോരെ, എന്തിന് തെറ്റ് ജയിക്കുന്നു? പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. അത് ഇത് തെറ്റാണെങ്കിൽ പിന്നെ എന്താ കൃഷ്ണൻ എല്ലാം ജയിക്കുന്നത് കൃഷ്ണനാണ്. അപ്പോൾ എന്താ എൻ്റെ ആൻസർ? അപ്പോൾ എന്തായിരിക്കും കാര്യം? കുറച്ച് സ്വാതന്ത്ര്യം, ഫ്രീഡം, അല്പം സ്വാതന്ത്ര്യമുണ്ട് നമുക്ക്. സ്വാതന്ത്ര്യം കുറച്ച് മാത്രം സ്വാതന്ത്ര്യം, പറയുന്നുണ്ട് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ഫ്രീഡം നമുക്കുണ്ട്. ബാക്കിയെല്ലാം നമ്മളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. നമ്മളെ കർമ്മം കൊണ്ട് കെട്ടുന്നുണ്ട്, കെട്ടിയെല്ലാം അതുപോലെയാണ് എല്ലാം നടക്കുന്നത്. പക്ഷേ ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഏത് തരത്തിലും ഉപയോഗിക്കാം. കൃഷ്ണാപത്തിലേക്ക് വരാൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വീണ്ടും നശിക്കാനുള്ള ഉപയോഗിക്കാം.
സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കൂ, സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരാളുടെ സ്ഥിതി എന്തായിരിക്കുന്നു? സ്വാതന്ത്ര്യത്തിലേക്ക് ഇവനും ജയിലിലിട്ട പോലെയല്ലേ. നമുക്ക് ലൈഫിലെ സന്തോഷിക്കാൻ പറ്റില്ല. ഇവന് ഏത് സമയത്തും ജയിലിലാണെങ്കിൽ അവരുടെ എന്തായിരിക്കും സന്തോഷം? പ്രതികരിക്കില്ല. അപ്പം ഇത് ഭഗവാൻ അറിയാൻ നിങ്ങൾ ചെയ്യുന്നത് നല്ലതല്ല, നിങ്ങൾക്ക് കിട്ടിയാൽ ശരിയാവില്ല. പക്ഷെ നിങ്ങൾക്കത് വേണം, അതുകൊണ്ടാണ് തരുന്നത്. നിങ്ങളുടെ ആവശ്യമാണ്, നിങ്ങൾക്കത് കിട്ടിയാലേ സമാധാനം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് കാര്യം. അത് ഭഗവാൻ ഒരിക്കലും ദേഷ്യത്തോടെ ഇത് മോശം കാര്യങ്ങൾ ചെയ്ത് നഷ്ടപ്പെട്ടു പോട്ടെ എന്നുള്ളതല്ല ഭഗവാന്റെ വിചാരം. ഭഗവാനുള്ള സ്നേഹമുണ്ട്. ഞാൻ പലപ്പോഴും ഐസ്ക്രീമിൻ്റെ കഥ പറയാറുണ്ട്. ഇതിനു മുന്നേ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഐസ്ക്രീമിൻ്റെ കഥ. ചെറിയ കൊച്ചിന് ഐസ്ക്രീം കൊടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടമായിട്ടായിരിക്കില്ല കൊടുക്കുന്നത്, പക്ഷെ അവർ നിർബന്ധമായിരിക്കും ഐസ്ക്രീം വേണം, ഐസ്ക്രീം വേണം, ഐസ്ക്രീം വേണം എന്ന് പറഞ്ഞിട്ട്. നല്ല തണുപ്പാണ്, കഴിക്കേണ്ടതെന്ന് നമ്മൾ പറയും ഇല്ലേ. നല്ലപോലെ ഈ സമയത്ത് കഴിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, എല്ലാം നിർബന്ധമായി പറയുമ്പോൾ ഓക്കെ കഴിക്കുന്നു എന്നുള്ളതാണ് പറയാം. അല്ല ആ കുട്ടി നശിക്കട്ടെ എന്നുള്ള വിചാരിച്ചിട്ടല്ല കൊടുക്കുന്നത്. അതിൻ്റെ ആഗ്രഹം അങ്ങനെ ആയതുകൊണ്ട് അപ്പോൾ അതിൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാതിരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അതാണ് കാര്യം. ഭഗവാൻ അങ്ങനെ തന്നെ, ഭഗവാന്റെ മക്കളെല്ലാം ഒരു കാര്യം പണ്ട് വാശി പിടിക്കുക, അത് വേണം, അത് വേണം, അത് വേണം എന്ന് പറയുമ്പോൾ ഓക്കെ പിടിച്ചോളൂ. അങ്ങനെയാണ്. അല്ലാണ്ട് സ്വാതന്ത്ര്യം പിടിച്ചു കെട്ടിയിട്ടൊന്നും നമുക്ക് ആരെയും, കുട്ടികളോടുള്ള സ്നേഹം കൊണ്ട് ആരെയും പിടിച്ചു കെട്ടിയിട്ട് തൂണിൽ കെട്ടിയിടും. എന്നും പുറത്ത് പോയി കഴിഞ്ഞാൽ അടിയുണ്ടാക്കും, വഴക്കുണ്ടാക്കും. പറഞ്ഞു വേണ്ട ഇവിടെ കെട്ടിയിടാമെന്ന് ധരിച്ചിട്ട് സ്നേഹം കൊണ്ട് നമ്മൾ ആരെങ്കിലും അങ്ങനെ ചെയ്യും. ഫ്രീ ആയിട്ട് വിടും, പറഞ്ഞു കൊടുക്കും. അടി ഉണ്ടാക്കരുത്, പ്രശ്നം ഉണ്ടാക്കരുത്, ഫ്രീ ആയിട്ട് വിടും, പറഞ്ഞു കൊടുക്കും. പക്ഷേ കുട്ടി ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് നമ്മുടെ ഉപദേശം കേൾക്കാൻ തയ്യാറല്ല അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ അങ്ങനെ തന്നെ ഭഗവാനോട് ചെയ്യുന്നത്. ഭഗവാൻ ഉപദേശിക്കുന്നു, ഗീതയിൽ പറയുന്നു. ഗീത തന്നെ ഇതിൻ്റെ ഭാഗവത്തിൽ വളരെയധികം വരുന്നുണ്ട്. ഉദ്ധവഗീത വേറെ വരുന്നുണ്ട്. എല്ലാ അഡ്വൈസസാണ്, എല്ലാ ഉപദേശങ്ങളാണ് ചെയ്യുന്നത്. മുഴുവൻ അഡ്വൈസാണ് എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പം അതുകൊണ്ടാണ് ആ ഫ്രീഡം, നമുക്ക് ആ ഫ്രീഡം ഉള്ളതുകൊണ്ട് ആ ഫ്രീഡം നമ്മൾ മിസ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. അല്ല വേറെ ഒന്നുമല്ലോ. അതാണ് ഒരു കാര്യം. നമ്മൾ മിസ്യൂസ് ചെയ്യുന്നു, നിങ്ങളുടെ ഇഷ്ടം എന്നുള്ളതാണ്. തൻ്റെ ഉപദേശങ്ങളെല്ലാം അർജുനൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് കൃഷ്ണൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതിൽ അർജുനന് പരിപൂർണ്ണ വിശ്വാസമുണ്ട്. തനിക്ക് സംഭവിക്കുന്നതെല്ലാം കൃഷ്ണൻ്റെ അനുഗ്രഹത്താലാണെന്ന് അർജുനൻ മനസ്സിലാക്കുന്നു. അപ്പോൾ കൃഷ്ണന് പൂർണ്ണമായ വിശ്വാസം ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം നല്ലതിനാണെന്ന് ഭക്തൻ വിചാരിക്കുന്നു എന്നർത്ഥം. അവരിലും വിചാരിക്കുന്നില്ല, കണ്ടില്ല ഞാൻ കൃഷ്ണൻ്റെ ഭക്തനാണ്, ഞാൻ എന്നും ചാൻഡ് ചെയ്യുന്നു, 16 റൗണ്ട് ചാൻഡ് ചെയ്യുന്നു, എന്നിട്ട് എനിക്കിങ്ങനെ വന്നു, പ്രയാസം വന്നു. അങ്ങനെയാണോ വിചാരിക്കുക? അതിനല്ലേ വിചാരിക്കുക ഞാൻ 16 റൗണ്ട് ചാൻഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്കിത് എങ്ങനെയായിട്ട് വന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ അപ്പുറം വരുമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഒരു ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ആചാര്യന്മാർ ചിലപ്പോൾ ചില കഥകൾ പറയും. നമുക്കത് നല്ല ടേസ്റ്റായിട്ട് തോന്നും. എന്തുകൊണ്ട്? ഇതിൻ്റെ ഉദാഹരണമായിട്ട് വരുന്നുണ്ട്. അത് രാജാവും മന്ത്രി ഏത് സമയത്ത് എന്ത് സംഭവിച്ചാലും മന്ത്രി പറയും ഇത് കൃഷ്ണ ഭഗവാന്റെ ഇച്ഛക്ക്, അങ്ങനെയാണ് പറയുന്നത്. ഇത് കൃഷ്ണൻ്റെ ആഗ്രഹം. അതുപോലെ ഭഗവാൻ കൃഷ്ണൻ എന്താ നടന്ന് ഭഗവതിച്ഛ എന്ന് പറയുന്നു. ഭഗവതിച്ഛ രാജാവ് ദേശീയ രാജാവ് കഴിഞ്ഞു. അപ്പോൾ ഇത്ര മോശമായിട്ട് സംഭവം നടക്കുമ്പോഴും ഭഗവതിച്ഛ എന്ന് പറയുന്നത് എന്താണ്? അതിനൊരു എക്സാമ്പിളായിട്ട് തന്നെ കൊടുക്കുന്നതാണ്. ഒരിക്കലും രാജാവും അതുപോലെ തന്നെ മന്ത്രിയും കൂടി എപ്പോഴും പോവാറ്. പക്ഷേ ഒരു സമയത്ത് മന്ത്രി ഇല്ലാതെ പോണ്ടി വന്നു. മന്ത്രി ഇല്ലാതെ പോയത് എന്താണ് മന്ത്രിയെ പിടിച്ച് അവിടെയാക്കി, അറസ്റ്റിലാക്കി. കാരണം എപ്പോഴും ഇങ്ങനെ പറഞ്ഞിട്ട് രാജാവിന് അവിടെ പോയിട്ട് ഒരു ഇതിൽ അദ്ദേഹം തോറ്റെന്ന് മാത്രമല്ല അദ്ദേഹത്തിനെ അവർ ബന്ദിയാക്കി. ലാസ്റ്റ് പിന്നെ റിലീസ് ചെയ്യുന്നു. അപ്പോൾ റിലീസായപ്പോൾ വന്നിട്ട് ദർശനോട് ചോദിക്കും, ഓക്കെ എനിക്കവിടെ പോയി ഞാനവിടെ റിലീസായി പോകുന്നു, നീ എന്തിനാണ് ജയിലിൽ എടുക്കുന്നത് ചോദിച്ചു. അപ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ വേണമെങ്കിൽ അവരെന്നെ അകത്താക്കും.
അപ്പോൾ അതുകൊണ്ട് അത് ഞങ്ങളെ കിടന്നതും അതായത് രാജാവ് ഇദ്ദേഹത്തെ അവിടെ പിടിച്ച് തടങ്കിൽ വെച്ചതും ഭാഗവെച്ചാണെന്ന്. ഞാൻ നിങ്ങളുടെ കൂടെ വേണേൽ എന്നെ അവർ അകത്താക്കും, പിടിച്ച് അകത്താക്കും. എനിക്കതുകൊണ്ട് വേണ്ടി വന്നില്ല, ഞാനിവിടെ ആയതുകൊണ്ട്. രാജാവ് വേറെ പ്രത്യേക രീതിയിൽ രാജാവ് തിരിച്ചു വരുന്നു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് തന്നെ നമുക്ക് ദോഷമാണ് നമ്മൾ വിചാരിക്കരുത്. നമ്മളത് നല്ല രീതിയിലാണെന്ന് അർത്ഥം. 16 റൗണ്ട് ചെയ്യുന്ന ആൾക്ക് ഒരു മോശം വന്നെങ്കിൽ ഞാൻ മോശം അതിനേക്കാൾ വലിയ മോശം വരുന്നതായിരുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുപോലെ തന്നെ രണ്ട് ഫ്രണ്ട്സ് ഒരാൾ ഭക്തനാണ്, കൃഷ്ണഭക്തനാണ്, മറ്റാളല്ല. അങ്ങനെയാണ്. ഇയാളെന്നും ടിക്കറ്റ് എടുക്കും ഇതിൻ്റെ ലോട്ടറിയുടെയൊക്കെ. പൈസ കിട്ടാനും അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇവർ രണ്ടാൾക്കാരും കൂടി പോകുന്ന സമയത്ത് ഈ ഭക്തനെ പാമ്പ് കടിച്ചു എന്ന് മാത്രമല്ല, ഭക്തനല്ലാത്ത ആൾക്ക് പൈസ വഴിയിൽ നിന്ന് വീണ് കിട്ടി. അപ്പോൾ അയാൾ വിളിച്ച് ചോദിച്ചു, ഇതെന്താ സംഭവം? ഞാൻ യാതൊരു കൃഷ്ണഭക്തിയിലേക്കും വരുന്നില്ല, അല്ലെങ്കിൽ ഒന്നും വരുന്നില്ല. നിന്നെ പാമ്പ് കടിച്ചു, പക്ഷേ എനിക്കത് പൈസ കിട്ടി, വഴിയിൽ നിന്ന് വീണ് കിട്ടിയാണ്. ചെക്ക് ചെയ്യിച്ചപ്പോൾ ഒരു സന്യാസി പോലെയുള്ളവരെ ശാസ്ത്രജ്ഞരോട് ചോദിച്ചു എന്താ സംഭവം. അപ്പം നോക്കിയിട്ട് പറയും, ഇതുണ്ടല്ലോ അയാൾക്ക് ഭക്തനല്ലാത്ത ആൾക്ക് ഹെവി ആയിട്ടുള്ള ഒരു പൈസ കിട്ടാണ്ടായിരുന്നു, വെറും 10 രൂപയായിട്ട് മാറിക്കഴിഞ്ഞു. അതുപോലെ ഇയാളുടെ മരണത്തിന് തുല്യമായിട്ടുള്ള കാര്യം നടക്കേണ്ടായിരുന്നു. ജസ്റ്റ് ഒരു ഇതായിട്ട് അയാൾ രക്ഷപ്പെടാനും, അല്ലെങ്കിൽ ഈ സമയത്ത് മരിക്കേണ്ടായിരുന്നു, അയാൾ മരിച്ചില്ല. അപ്പോൾ രണ്ടാൾക്കും വിഷമമുണ്ടായപ്പോൾ അദ്ദേഹം എന്താ പറയുന്നത്, നിങ്ങൾ കൃഷ്ണഭക്തനായിട്ട് നിങ്ങൾക്ക് പാമ്പിൻ്റെ കടി കൊണ്ടു, പക്ഷേ അത് വേറെ വിഷം ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല, അത് ജസ്റ്റ് പേരിന് മാത്രമായിരുന്നു. അതേസമയത്ത് അയാൾക്ക് വലിയ കാര്യം നഷ്ടപ്പെട്ടു, ആളറിയുന്നില്ല. അത് ഇപ്പോൾ ചിന്തിക്കുന്ന എന്താ, എപ്പോഴും കൃഷ്ണ എന്ന് പറയുന്ന ആൾ പാമ്പ് പിടിച്ചു, കൂടാതെ നിന്ന് അയാൾക്ക് പൈസയും കിട്ടി എന്നാണ്. അപ്പോൾ ആണ് സംഭവം. ബാക്കിൽ എന്താണെന്ന് നമുക്കറിയുന്നില്ല. ഈ പാമ്പ് കടിച്ച പാമ്പ് വിഷമില്ലാത്ത പാമ്പായിരുന്നു, പേരിന് മാത്രം കടിച്ചു പോയി നിർത്തും. മറ്റാൾക്ക് എന്തുണ്ടായി, വലിയ നിധി കിട്ടാനുള്ള വെറും 10 രൂപയായിട്ട് മാറി ആണ് കാര്യം. എന്താ കാര്യം വെച്ചാൽ ഇവരെ കൂടെ നടക്കുന്ന സമയത്ത് എപ്പോഴും കൃഷ്ണഭക്തനായി ബ്ലാസ്റ്റം ചെയ്യലോ, നീ എപ്പോഴും കൃഷ്ണാണ്ട് എന്താ കാര്യം, അങ്ങനെ അതാ ചോദിക്കുന്നത് എപ്പോഴും. അപ്പോൾ അതിന് കിട്ടാനുള്ള വലിയ നഷ്ടത്തിൽ അത് പറ്റി, മറ്റാൾക്ക് വളരെ വലിയ അപകടം വരാനും ഇല്ലാതായി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിലല്ല എന്നർത്ഥം. ഇപ്പോൾ ഒരിക്കലും അർജുനൻ വിചാരിച്ചിട്ടില്ല എന്താണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെടുന്നവരിക്കും വിചാരിക്കും. എന്ത് കൃഷ്ണൻ പറഞ്ഞു അതൊക്കെ എന്നുള്ളതാണ്. അതാ പറയുന്നത്, കുരുത്തെ വചനം തവ എന്ന് പറയുന്നു ലാസ്റ്റിൽ. നിൻ്റെ എന്താണ് വാക്കുകൾ വെച്ചാൽ അത് ഞാൻ അതുപോലെ തന്നെ ചെയ്യാൻ ഉദ്ദേശിച്ച് ഞാൻ ചെയ്യും എന്നാണ് പറയുന്നത്. നഷ്ടോ മോഹ സ്മൃതി ലബ്ധ. എൻ്റെ മോഹം നഷ്ടപ്പെട്ടു, എനിക്ക് സ്മൃതി കിട്ടി, എനിക്ക് അറിവ് എനിക്ക് തിരിച്ചു കിട്ടി. ഇതുവരെ അദ്ദേഹം അറിവുണ്ടായിരുന്നു, ശരിയായ അറിവല്ല എന്ന് മാത്രം. അറിവെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജ്ഞാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്ഞാനം എല്ലാവർക്കും ഉണ്ടാവാം. പക്ഷെ എന്തായിരിക്കും ചിലത് ജ്ഞാനമാണെങ്കിലും ശരിയായ ജ്ഞാനമല്ല എന്നും. അപ്പോൾ ശരിയായ ജ്ഞാനം എന്താ ശരിയായ ജ്ഞാനം? ആധ്യാത്മിക ജ്ഞാനം ഇതിൽ നമ്മൾ നേരത്തെ എടുത്ത സോങ്ങിൽ പലതും വരുന്നുണ്ട്. ആധ്യാത്മികമായിട്ടുള്ള ജ്ഞാനമാണ് ജ്ഞാനത്തിൽ ടോപ്പ്, മനസ്സിലല്ലേ? അത് വളരെ കാര്യമായിട്ട് പറയുന്നുണ്ട്. ജ്ഞാനം നമ്മൾ വരിക ജ്ഞാനം എല്ലാവർക്കും ജ്ഞാനമില്ലാത്ത ആൾക്കാരും ആരും ഉണ്ടായിരിക്കില്ല, അറിവുണ്ടായിരിക്കും. നിങ്ങൾക്ക് അറിവില്ലേ? നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ടാണല്ലോ ഈ വഴിയിലേക്ക് വന്ന് ഇവിടെ എത്തുമെന്ന് മനസ്സിലാവുന്നത്. ജ്ഞാനം എല്ലാവർക്കും ഉണ്ടായിരിക്കും, പക്ഷേ ഏത് തരത്തിലുള്ള ജ്ഞാനമാണ് എന്നുള്ളതാണ് ശരി. ആധ്യാത്മിക ജ്ഞാനം ആണ് ശരിയായുള്ള ജ്ഞാനത്തിലെ ടോപ്പ് മോസ്റ്റ്. അപ്പോൾ ആ ജ്ഞാനം ഉണ്ടോ എന്നുള്ളത് നോക്കേണ്ട. ആ ജ്ഞാനം, പക്ഷേ ആ ജ്ഞാനം മറിഞ്ഞ് എടുക്കരുത് വരെ എന്നർത്ഥം. പക്ഷെ നല്ലൊരു ഗുരുവിൻ്റെ സഹവർത്തിത്വം കൊണ്ട് അദ്ദേഹത്തിന് ജ്ഞാനം തിരിച്ചു കിട്ടി. അതാണ് പറഞ്ഞില്ല, അത് അദ്ദേഹം മനസ്സിലാവുന്നുണ്ട്. എങ്ങനെ മനസ്സിലാവുന്നു പറയുന്നത് ശരിക്കും. അതായത് എൻ്റെ മോഹം നഷ്ടപ്പെട്ടു, എനിക്ക് സ്മൃതി കിട്ടി, നിൻ്റെ ദയ കൊണ്ട്, അച്യുതൻ്റെ ദയ കൊണ്ട് എനിക്ക് തിരിച്ചു കിട്ടിയെന്ന് പറയുന്നു. പക്ഷെ നമുക്കെന്താ ഉണ്ടാവുന്നത്? നമ്മളെന്താ പറയാം, എനിക്കത് ആദ്യം അറിയായിരുന്നു. അതാണ് ജസ്റ്റ് പറഞ്ഞതുകൊണ്ട് എനിക്കത് ആദ്യം അറിയായിരുന്നു. അങ്ങനെ നമ്മൾ പൊതുവെയുള്ള അത് നോക്കി കഴിഞ്ഞാൽ എനിക്കത് അറിയാവുന്നതാണ്. അല്ലെങ്കിൽ അങ്ങനെ അഗ്രി അല്ല. ഇത് അർജുനോട് ടോട്ടലി അഗ്രി ആയി മാത്രമല്ല സറണ്ടർ ആവുന്നു. അവിടെ അങ്ങനെയാണ് ടോട്ടൽ കൃഷ്ണന് സറണ്ടർ ആവുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു ശിഷ്യനാണെങ്കിൽ ആ ശിഷ്യന് ശരിക്ക് എല്ലാ ജ്ഞാനം കിട്ടുന്നു.
തനിക്ക് സംഭവിക്കുന്നതെല്ലാം കൃഷ്ണൻ്റെ അനുഗ്രഹത്താലാണ് എന്ന് അർജുനൻ മനസ്സിലാക്കുന്നു. കൃഷ്ണൻ തന്നെയാണ് സർവ്വകാരണങ്ങൾക്കും കാരണമെന്നും പരമാത്മ രൂപേണ അദ്ദേഹം എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നുണ്ടെന്നും അർജുനന് വിശ്വാസം ഉറച്ചു കഴിഞ്ഞു. ആണ് ഇവിടെ ഉറച്ചു. അർജുനൻ്റെ വിശ്വാസം എന്തായി? സ്ട്രോങ് ആയി കഴിഞ്ഞു. കൃഷ്ണൻ തന്നെ ആണ് എല്ലാമെന്നും എല്ലാവരുടെ ശരീരത്തിലും കൃഷ്ണൻ ഉണ്ടെന്നുള്ളതും ഈ കൃഷ്ണൻ ഞാൻ ഇപ്പോൾ സംസാരിക്കുന്ന കൃഷ്ണൻ തന്നെ എൻ്റെ ഹൃദയത്തിലുണ്ട് എന്ന് അർജുനന് തോന്നുന്നു. അങ്ങനെയാണ്. ആം സർവേഷു ഭൂതേഷു ഭൂതാത്മാവസ്ഥിത സഥ ഭാഗവതം പറയുന്നത്. കൃഷ്ണൻ പറയുന്നു, അഹം സർവേഷു ഭൂതേഷു, എല്ലാ ജനങ്ങളിലും, എല്ലാ ഭൂതങ്ങളിലും, എല്ലാ ജീവജാലങ്ങളിലും, ആം സർവേഷു ഭൂതേഷു ആത്മാവായിട്ട് ഞാനായിരിക്കുന്നു. തം അവജ്ഞായ മാം മർത്യ, അത് മറച്ചു വെച്ചിട്ട് അത് മനസ്സിലാക്കാതെ, തം അവജ്ഞായ അതിനെ ശീലരൂപത്തിലെടുക്കാതെ, കുരുത്തെ അർച്ചവിടംബനവും. അങ്ങനെ ഒരാൾ ഭഗവാനെ സെറയുന്നുണ്ടെങ്കിലും അതിൽ കൃഷ്ണൻ പറയുന്നു അതൊരു അർച്ചവിടംബനം. നിങ്ങൾ ഡേറ്റിയെ ഇത് ചെയ്യുന്നതിന് അർച്ച ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങൾ പൂജിക്കുന്നു അല്ലെ കാര്യങ്ങൾ ചെയ്യുന്നു. അത് എന്ത് അർച്ച വിടംബനം എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റാണെന്നത്, ഒറിജിനല്ലാന്ന്. വിടംബനം, അർച്ച വിടംബനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനലല്ല, അല്ലാതെ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന്. എങ്ങനെ ഏത് ബേസിൽ ചെയ്യുമ്പോൾ അഹം സർവേഷു ഭൂതേഷു ഭൂതാത്മാവസ്ഥിത സഹ, ഞാൻ എല്ലാ ജനങ്ങളിലും, എല്ലാ ഭൂതജാലങ്ങളിലും, എല്ലാ എല്ലാവരിലും ഞാൻ ജീവാത്മാവായിട്ടിരിക്കുന്നുണ്ട്. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ഞാൻ ചെയ്യുന്നുണ്ട്. അഹം സർവേഷു ഭൂതേഷു വർത്തിതസ്ഥത ഏത് സമയത്തും ഉണ്ട്. തം അവജ്ഞായ അതിനെ അജ്ഞാത, അതായത് നമ്മൾ ഗവനിക്കാതെ മനസ്സിലാക്കാതെ ആ റെസ്പെക്റ്റ് കൊടുക്കാതെ നിർത്തും. തം അവജ്ഞായ എന്താണ്? കുരുത്തെ അർച്ച വിടംബനം. കുരുത്തേച്ച ചെയ്യുക. അർച്ച വിടംബനം എന്ന് വെച്ചാൽ അർച്ച വിഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ, ആരാധന. അത് നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു പൂജാരി ആയാലും ശരി നടത്തും. പൂജ ചെയ്യുന്നുണ്ടെങ്കിലും സ്ഥിതി അത് ഒരു ഇമിറ്റേഷൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇമിറ്റേഷൻ, വിടംബനം എന്നുള്ളതിൻ്റെ ശരിയാണ് അർത്ഥം ഇമിറ്റേഷൻ. നമ്മൾ പറയില്ല ഇമിറ്റേഷൻ ജ്വല്ലറി എന്ന് പറയില്ലേ. ഇപ്പോൾ സ്വർണ്ണത്തിൻ്റെ ഇമിറ്റേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ സ്വർണ്ണമാണോ? അപ്പോൾ അതായത് ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ കൃഷ്ണൻ എന്താ പറയുന്നത്? അർച്ച വിടംബനാണ് ചെയ്യുന്നത്. നമുക്ക് കാണും ചെയ്യുന്നതായിട്ട്. അപ്പോൾ അത് ചെയ്യുന്നത് ഒരു ഇമിറ്റേഷനാണ്. അപ്പോൾ അങ്ങനെ അത്ര ആയിരിക്കും നമ്മൾ ശ്രദ്ധിക്കാനുണ്ടെന്ന് അർത്ഥം. എന്ത് ശ്രദ്ധിക്കാനുണ്ട്? ഞാൻ എല്ലാവരിലും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ റെസ്പെക്റ്റ് അവർക്ക് കൊടുക്കണം എന്നർത്ഥം. അതാണ് കാര്യം. അറിഞ്ഞാൽ പോരാ. ഈ പ്രഭുവിലും കൃഷ്ണനുണ്ട്, ഈ പ്രഭുവിലും കൃഷ്ണനുണ്ട്, ഈ പ്രഭുവിലും കൃഷ്ണനുണ്ട്, എല്ലാവരും കൃഷ്ണനുണ്ട്. പക്ഷേ എന്താ പണ്ട് ബോബനും മുളിയിലും പറഞ്ഞ പോലെ, ബോബനും മുളിയിൽ ജീസസ് പറഞ്ഞിട്ട് നിൻ്റെ ഇടത്തെ കവളത്തടിക്കുന്ന ആൾക്ക് വലത്തെ കവളും കൂടി കാണിച്ചു കൊടുക്കണമെന്ന്. ബോബൻ അവിടെ എന്ത് ചെയ്യണമെന്ന് പറയും? ഇടത്തെ കവളടിച്ച ആൾക്ക് വലത്തെ കവള് കാണിച്ചു കൊടുത്തത്. അതായത് ഇതാണ് എൻ്റെ വലത്തെ കവളിൻ്റെ ഒന്ന് തിരിച്ചു കൊടുത്തുള്ളൂ. മനസ്സിലായോ? മനസ്സിലായി എന്താണെന്നുള്ളത്. ഇടത്തെ ചെവിക്കടിച്ചവന് വലത്തെ ചെവിടി കാണിച്ചു കൊടുക്കണം എന്നാണ് ജീസസ് പറഞ്ഞത്. മനസ്സിലായില്ല? അപ്പോൾ ഇയാൾ കാണിച്ചു കൊടുത്തു, ഇടത്തുനിന്ന് തിരിച്ചു കൊടുത്തു. കാരണം ജീസസ് പറഞ്ഞിട്ടുണ്ട് ഇടത്തെ ചെവിടി അടിച്ച ആൾക്ക് വലത്തെ ചെവിടും കാണിച്ചു കൊടുക്കാം. അദ്ദേഹത്തെ എൻ്റെ വലത്തെ ചെവിടി എന്നിട്ട് ഒന്ന് കൊടുത്തു. അപ്പോൾ അതെല്ലാം നടന്നു. മനസ്സിലാകുന്ന പറയുന്നത് ശരിയായ രൂപത്തിൽ കാണുന്നു. അതായത് ഇത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിന് ചെയ്തു അത്. എന്നിട്ട് ജീസസിൻ്റെ കാര്യം പറഞ്ഞു ചെയ്തു. അങ്ങനെയെല്ലാം നടത്തും. നമ്മൾ ശരിക്കും കാണിച്ചു കൊടുക്കണം നടത്തും. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് കാണിച്ചു കൊടുത്താൽ എന്തായിരിക്കും സ്ഥിതി? കരികാലത്തിൽ നമ്മൾ വലത്തെ ചെടി കാണിച്ചു കൊടുത്താൽ രണ്ടും ഉണ്ടാവില്ല. പിന്നെ അതാണ് സ്ഥിതി. കാരണം അത്രയും ആൾക്കാർ അത്രയും അഗ്രസീവാണ് ഇപ്പോഴത്തെ കാലത്ത്. കരികാലത്തിൽ സുമന്ദമതയോ മന്ദഭാഗ്യമായി. ഭാഗ്യമില്ല, ബുദ്ധിയില്ലാത്ത ആൾക്കാരാണ്. ആ ബുദ്ധിയില്ലാത്ത ആൾക്കാർക്ക് നമ്മൾ കടിക്കാൻ വരുന്ന പട്ടിയിലെടുത്ത് അതിൻ്റെ ഉള്ളിൽ ആത്മാവെന്ന് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഒരു കാര്യമില്ല, നമുക്ക് അടി കിട്ടും. അതാ കാര്യം. അപ്പോൾ അത് നമ്മൾ കാണേണ്ട രീതിയിൽ കാണണം എന്നർത്ഥം. ആൾക്കാരെ എല്ലാ രൂപത്തിലും നമ്മൾ കാണണം. ഇതിൽ പണ്ഡിത സമദർശന എന്ന് പറയേണ്ടത് ഹാത്തി, അതുപോലെ പട്ടിമോസം കഴിക്കുന്ന ആൾ പട്ടി ഇതൊക്കെ എല്ലാം ഒരേപോലെ കാണണം എന്ന് പറഞ്ഞാൽ നമുക്ക് മതം പൊട്ടി വരുന്ന ആനെ നമുക്ക് അതുപോലെ തന്നെ കാണാൻ പറ്റും. അവിടെ വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൃഷ്ണനാണ് എന്നുള്ള പണ്ഡിത സമദർശന ഈക്വലായിട്ട് കാണാം. നമ്മൾ മനസ്സിലാക്കണം എന്നർത്ഥം. പക്ഷെ നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെടണം. അതിൻ്റെ കാര്യം നമുക്കറിയാം. അതും ആ ഓടി വരുന്ന ആനയും അതിൻ്റെ ഉള്ളിൽ ഭഗവാന്റെ പരമാത്മാവിലുണ്ട്. മനസ്സിലായില്ലേ? പക്ഷേ
നമ്മൾ തൽക്കാലം സ്ഥലം പഠനം നടത്തും. അതാണ് കാര്യം. അല്ലാതെ നമ്മുടെ ഒരേ സഹപാഠിയെന്ന് പറഞ്ഞ പോലെ കൈ കൊടുക്കാൻ നിൽക്കുകയല്ല ചെയ്യുക. അവിടെ നിന്ന് കഴിഞ്ഞാൽ എന്താവും? അപ്പോൾ ഇതല്ല അങ്ങനെയല്ലേ പറഞ്ഞില്ല, അങ്ങനെയല്ല പറഞ്ഞില്ലേ. പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കേണ്ട രീതിയാണ് പറയുന്നത്. അവരോട് എങ്ങനെയുള്ള ആൾക്കാരായിട്ട് നിങ്ങൾ ഇടപെടണമെന്നുള്ളതിൽ പ്രത്യേകം പറയുന്നുണ്ട്. ആർജവേനാരിസംഖ്യേന എന്ന് പറയുന്നത് ഭാഗവതം. ആർജവേന സത്യസുന്ദരായിരിക്കണം എന്നുള്ളതാണ്. സത്യസുന്ദരൻ ആർജവം. ആർജവേന ആര്യസംഖ്യേന. ആര്യസംഘം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിൽ സിവിലൈസ്ഡ് ആൾക്കാരുണ്ട്, അവരായിട്ടുള്ള സംഘം വേണം. ആണ് കാര്യന്മാരായിട്ട്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ക്വസ്റ്റ്യനായി ചോദിക്കാം? അവിശ്വാസിയും വിശ്വാസിയും ഒരുപോലെ കാണുന്ന ഉദ്ദേശിക്കുന്നത് ഇതന്നെ ഈ ഭഗവാൻ പറഞ്ഞത്. അഹം സർവേഷു ഭൂതേഷു ഭൂതാത്മാവസ്ഥ. ഞാനാണ് എല്ലാവരും ഇരിക്കുന്നത്, ഞാനാണ് പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കണം എന്നർത്ഥം. അതാണ് കാര്യം. അല്ലാതെ ഈ പറഞ്ഞ പോലെ ഓടി വരുന്ന പട്ടിയിലെടുത്ത് ഈ നടന്നു ചെല്ലാനല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. പറഞ്ഞതിൻ്റെ അർത്ഥം വെച്ചാൽ ഇത് മനസ്സിലാക്കണം. അതെ, ചൈതന്യ മഹാപ്രഭു വ്യത്യാസമുണ്ട്. ചൈതന്യ മഹാപ്രഭു ഭഗവാനാണ്. അദ്ദേഹത്തിന് ആരെയും എന്തും ആക്കാൻ പറ്റും. അതുപോലെയല്ല നമ്മൾ ജീവാത്മാവാണ്. ജീവാത്മാവിനും പരമാത്മാവിനും തമ്മിൽ എന്തുമാത്രം ഡിഫറൻസ്. നമ്മളൊരു അംശം മാത്രമാണ്. മനസ്സിലായില്ല. അതുകൊണ്ട് നമ്മൾ പരമാത്മാവ് കാണിച്ചു നമുക്ക് കാണിക്കാൻ പറ്റില്ല.